തിരുവചനവർഷം തിരുവചനവർഷം വചനവർഷം തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ വചനമാരി പൊഴിക്കണേ ദൈവമേ, തിരുവചനമാക്കി തീർക്കണേ എന്നെയും. മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മലങ്കര കത്തോലിക്ക സഭ ഒരുക്കുന്ന ബൈബിൾ പഠന ശിബിരത്തിലേക്ക് എല്ലാവരെയും ഹൃദ്യതയോടുകൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കുറച്ച് എപ്പിസോഡുകളിലായിട്ട് നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. ക്ലാസ്സുകൾ ഭംഗിയായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുന്നു എന്നറിയുന്ന സന്തോഷം. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ പശ്ചാത്തലം നമുക്കൊക്കെ അറിയാം. ഓംറി ഡൈനാസ്റ്റിയെക്കുറിച്ചും ആഹാബ് രാജാവിനെക്കുറിച്ചും ജസബൽ രാജ്ഞിയെക്കുറിച്ചും അതുപോലെ തന്നെ ഏലിയ പ്രവാചകനെക്കുറിച്ചുമുള്ള വിചിന്തനങ്ങളായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ ക്ലാസ്സുകളിലൂടെ നൽകിയത്. ഇന്നത്തെ ആഴ്ചയിലെ ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അതിൻ്റെ തുടർച്ചയെന്നോണമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഏലിയ പ്രവാചകൻ ഹൊറേബിലെ കാര്യങ്ങൾ കണ്ടു. അതിനുശേഷം ഏലീശായെ വിളിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. രണ്ടാമത്തെ കാര്യം, ഏലിയ പ്രവാചകനുമായിട്ട് ബന്ധപ്പെട്ട രണ്ടാമത്തെ കാര്യം 1 രാജാക്കന്മാരുടെ പുസ്തകം 21-ാമത്തെ അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന നാബൂത്തിന്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ചുള്ള സംഭവങ്ങളാണ്. എന്താണ് നാബൂത്തിന്റെ മുന്തിരിത്തോട്ടം നമുക്ക് നൽകുന്ന പാഠം? അതിലേക്കാണ് നമ്മളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുപോവുക. നാബോത്ത് എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ, ജസ്രയേൽക്കാരനായ നാബോത്ത് എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുക. അദ്ദേഹം ഒരു പാവപ്പെട്ട മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് ആഹാബ് രാജാവിന്റെ കൊട്ടാരത്തിനോട് ചേർന്ന് തൻ്റെ സ്വത്തിന്റെ അവകാശ ഭൂമി അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആഹാബ് രാജാവിന്റെ കൊട്ടാരത്തിനോട് ചേർന്നായതുകൊണ്ട് ഈ അവകാശ ഭൂമി ഞങ്ങൾക്ക് നൽകണമെന്ന് ആഹാബ് രാജാവ് നാബോത്തിനോട് അപേക്ഷിച്ചു. അപ്പോൾ നാബോത്ത് പറഞ്ഞു, ഇല്ല, ഒരിക്കലും ഇത് നൽകുകയില്ല. കാരണം ഇത് എൻ്റെ പിതാവ് എനിക്ക് നൽകിയ പിതൃസ്വത്താണ്. എന്നാൽ വചനഭാവം വായിക്കുമ്പോൾ, മുന്നോട്ട് പോകുമ്പോൾ അവർ തമ്മിൽ നടക്കുന്ന വാഗ്വാദങ്ങളും അതിനിടയ്ക്ക് നടക്കുന്ന സംഭവങ്ങളുമൊക്കെ വിവരിച്ചിട്ടുണ്ട്. എല്ലാം പറഞ്ഞ് വിവരണം നൽകണമെന്ന് ആഗ്രഹത്തില്ല, കാരണം മറ്റു ഭാഗങ്ങളൊക്കെ തീർക്കണമല്ലോ. അവസാനം നാബോത്തിനെ വധിക്കുന്ന രംഗമാണ് നമ്മൾ 21-ാമത്തെ അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ വരെയുള്ള ഭാഗങ്ങളിൽ കാണും. നാബോത്തിനെ ഗൂഢമായ ഫലമായിട്ട് നാബോത്തിനെ വധിക്കുകയും അതിനുശേഷം ഈ ജസബൽ രാജ്ഞി ആഹാബിനോട് ചെന്ന് പറയുകയാണ്, അല്ലയോ രാജാവേ, നാബോത്ത് വധിക്കപ്പെട്ടു, അതിനാൽ അദ്ദേഹത്തിൻ്റെ മുന്തിരിത്തോട്ടം നമുക്ക് കൈയടക്കാം. ഇപ്രകാരം നാബോത്തിന്റെ മുന്തിരിത്തോട്ടം കൈയടക്കുന്ന ആഹാബ് രാജാവിനെയും ജസബൽ രാജ്ഞിയെയും കുറിച്ചാണ് 21-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ പറയുന്നു. എന്നാൽ 17 മുതലുള്ള വാക്യങ്ങളിലാകട്ടെ ഏലിയ പ്രവാചകൻ ആഹാബ് രാജാവിനെ ശപിക്കുന്നതും ജസബൽ രാജ്ഞിയെ ശപിക്കുന്നതുമായിട്ടുള്ള രംഗങ്ങൾ അവതരിപ്പിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ആഹാബ് രാജാവിനെ ശപിക്കുന്നത്? ഇത്രമാത്രം ഹീനമായ പ്രവൃത്തി ചെയ്തതിനാൽ ആഹാബ് രാജാവിനോട് പറയുകയാണ്, ഏലിയ പ്രവാചകൻ പറയുകയാണ്, നിന്റെ രക്തം നായ്ക്കൾ നക്കി കുടിക്കും. ജസബൽ രാജ്ഞിയോട് പറയുകയാണ്, നിന്റെ രക്തവും നായ്ക്കൾ നക്കി കുടിക്കും. ഇത് രണ്ടുമാണ് ഈ ആഹാബ് രാജാവിനോടും ജസബൽ രാജ്ഞിയോടും പറയുന്നത്. 23-ാമത്തെ വാക്യത്തിൽ ജസബലിനെ കുറിച്ച് കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു, ജസ്രയേലിന്റെ അതിർത്തികൾക്കുള്ളിൽ വെച്ച് ജസബലിനെ നായ്ക്കൾ തിന്നും. ആഹാബിന്റെ ഭവനത്തിൽ നിന്ന് നഗരത്തിൽ വെച്ച് മരിക്കുന്നവനെ
നായ്ക്കൾ ഭക്ഷിക്കും, നാട്ടിൻ പുറത്ത് വെച്ച് മരിക്കുന്നവനെ പറവകളും. ഭാര്യ ജസബലിന്റെ പ്രേരണയ്ക്ക് വഴങ്ങി കർത്താവിന് അനിഷ്ടമായത് പ്രവർത്തിക്കാൻ തന്നെ തന്നെ വിറ്റ ആഹാബിനെ പോലെ ആരും ഉണ്ടായിട്ടില്ല എന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ രണ്ട് പ്രവചനങ്ങളുടെയും ആഹാബിനെതിരെയും ജസബലിനെതിരെയും നടന്ന പ്രവചനങ്ങളുടെ പൂർത്തീകരണം എന്നോണമാണ് 22-ാമത്തെ അധ്യായത്തിന്റെ 29 മുതലുള്ള വാക്യങ്ങളും അതുപോലെ തന്നെ 2 രാജാക്കന്മാരുടെ അധ്യായത്തിന്റെ 10-ാമത്തെ അധ്യായവും നമ്മൾ കാണുന്നത്. എങ്ങനെയാണ് ആഹാബിന്റെ മരണം സ്ഥിരീകരിക്കുക? ആഹാബിന്റെ മരണം എപ്രകാരമാണ്? ഓംരി ഡൈനാസ്റ്റിയിലെ ഏറ്റവും പ്രമുഖനായ ഒരു രാജാവായിരുന്നു ആഹാബ് രാജാവ്. അദ്ദേഹത്തിന്റെ മരണം എങ്ങനെയാണ് ആയിരുന്നു എന്നുള്ളത് 22-ാം അധ്യായം 29 മുതലുള്ള തിരുവചനങ്ങളിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിപ്രകാരമാണ്. ഇസ്രായേലും സിറിയായും തമ്മിലുള്ള യുദ്ധം നടക്കുന്ന കാലഘട്ടം. ഇസ്രായേലും സിറിയായും തമ്മിലുള്ള യുദ്ധം. ആ യുദ്ധം വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ യഹോശഫാത്ത് എന്ന് പറയുന്ന ജൂദ രാജാവ് യുദ്ധത്തിന്റെ സ്ഥാനത്തേക്ക് അദ്ദേഹവും യുദ്ധം ചെയ്യുകയാണ് സിറിയായോട്. ഇപ്രകാരം ജൂദ രാജാവായ യഹോശഫാത്തും ഇസ്രായേൽ രാജാവായ ആഹാബും കൂടി ഒരു തീരുമാനമെടുത്തു. സിറിയക്കാരുമായിട്ടുള്ള യുദ്ധത്തില് നമുക്ക് പോകാം. എങ്ങനെ പോകാമെന്ന് അദ്ദേഹം പറയുകയാണ്. ഞാൻ വേഷപ്രച്ഛന്നായിട്ട് പോകാമെന്ന് ആഹാബ് രാജാവ് യഹോശഫാത്തിനോട് പറയുകയാണ്. എന്നാൽ യഹോശഫാത്ത് രാജാവിന്റെ വേഷമണിഞ്ഞുകൊണ്ട് ഈ യുദ്ധത്തിനായിട്ട് പോവുകയാണ്. ഈ അവസരത്തിലാണ് സിറിയക്കാര് യഹോശഫാത്തിനെ കണ്ട് ഇതാ പോകുന്നു ഇസ്രായേലിന്റെ രാജാവ്, അവനെ വധിക്കുക എന്ന് പറഞ്ഞ് ആക്രോശിക്കുകയും അവന്റെ മേൽ ചാടി വീഴുകയും ഒക്കെ ചെയ്യുന്ന രംഗം. ഉടനെ യഹോശഫാത്ത് എന്ത് ചെയ്തു? അദ്ദേഹം ഉറക്ക നിലവിളിക്കുകയാണ്. അയ്യോ, ഞാനല്ല രാജാവ്, ഇസ്രായേലിന്റെ രാജാവ് ഞാനല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉറക്ക നിലവിളിക്കുന്ന രംഗം. ഇതിന്റെ ഇടയ്ക്ക് സിറിയക്കാരിൽ ഒരാളുടെ അമ്പ് ചെയ്തപ്പോൾ ആഹാബ് രാജാവിന്റെ ദേഹത്ത് പതിച്ചു. അദ്ദേഹത്തിന്റെ പടച്ചട്ട ഭേദിച്ച് അദ്ദേഹത്തിന്റെ നെഞ്ചിൽ കുത്തിക്കൊണ്ടു. അങ്ങനെ അദ്ദേഹം അവിടെ പെടഞ്ഞു വീണു. അദ്ദേഹത്തിന്റെ രക്തം നായ്ക്കൾ നക്കിക്കുടിച്ചു. ഇങ്ങനെയാണ് ആഹാബ് രാജാവ് മരിക്കുന്നത്. അപ്പോൾ ഏലിയ പ്രവാചകൻ 21-ാമത്തെ അധ്യായത്തിൽ ഏലിയ പ്രവാചകൻ പറഞ്ഞ ഇസ്രായേലിന് കൊടുത്ത ശാപത്തിന്റെ, ആഹാബിന് കൊടുത്ത ശാപത്തിന്റെ പൂർത്തീകരണമാണ് യഥാർത്ഥത്തിൽ 22-ാമത്തെ അധ്യായം 29 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്നത്. ഇവിടെ 22-ാമത്തെ അധ്യായത്തില് സിറിയക്കാരുമായിട്ടുള്ള യുദ്ധത്തെ കുറിച്ചൊക്കെ വിവരിക്കുന്നുണ്ട്. അത് നമ്മൾ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഗമേ ഉള്ളൂ എന്ന കാര്യം കൂടി ഞാൻ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ആഹാബിന് ശേഷം കടന്നു വരുന്ന രാജാവാണ് അഹസ്യ എന്ന് പറയുന്ന രാജാവ്. ആഹാബിന്റെ പുത്രനാണ് അഹസ്യ. അഹസ്യയെ കുറിച്ചും ഇപ്രകാരമാണ് പറയുന്നത്. അഹസ്യ കർത്താവിന്റെ മുമ്പിൽ പാപം ചെയ്തു. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം തന്റെ പിതാവായ ആഹാബിനെ പോലെ പ്രവർത്തിച്ചു. ഇങ്ങനെയാണ് യഥാർത്ഥത്തില് രാജാക്കന്മാരുടെ പുസ്തകങ്ങളിൽ രാജാക്കന്മാരെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ഭാഗങ്ങൾ. അവരെക്കുറിച്ചുള്ള ഇവാലുവേഷൻ നടത്തുകയാണ്. ദൈവത്തിന് മുമ്പിൽ നീചമായിട്ട് പ്രവർത്തിച്ചു, അല്ലെങ്കിൽ തന്റെ പൂർവ്വപിതാക്കന്മാരായ ദാവീദിനെ പോലെ ആയിരുന്നില്ല, അവൻ ദൈവദൃഷ്ടിയിൽ നീചമായിട്ട് പ്രവർത്തിച്ചു. അഹസ്യ എന്ന് പറയുന്ന പുത്രൻ, ആഹാബിന്റെ പുത്രൻ അഹസ്യ എന്ന് പറയുന്ന പുത്രനും ഇതുപോലെ പ്രവർത്തിച്ചു. അദ്ദേഹത്തിന് കിട്ടിയ ശാപത്തെയാണ് 1 രാജാക്കന്മാരുടെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുക. എന്താണ് ആ ശാപം? അഹസ്യ രോഗഗ്രസ്തനായി. അദ്ദേഹം ഏലിയ പ്രവാചകന്റെ അടുത്ത് വന്ന് പറഞ്ഞു, എന്നെ ഒന്ന് രക്ഷിക്കണമേ. അതിനു മുമ്പായി ഈ അഹസ്യ എന്ന് പറയുന്ന പ്രവാചകന്റെ
പ്രധാനപ്പെട്ട പാപം എന്തായിരുന്നു എന്ന് 2 രാജാക്കന്മാരുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിപ്രകാരമാണ്: എക്രോണിലെ ദേവനായ ബേൽസബൂബിനെ ആരാധിച്ചിരുന്ന വ്യക്തിയായിരുന്നു അഹസ്യ എന്ന് പറയുന്ന രാജാവ്. എന്താണ് എക്രോൺ? എക്രോൺ എന്ന് പറയുന്നത് ഫിലിസ്ത്യൻ സിറ്റികളിലെ 5 സിറ്റികളുണ്ട് ഫിലിസ്ത്യർക്ക്. ആ ഫിലിസ്ത്യൻ സിറ്റികളിലെ ഒരു പ്രധാനപ്പെട്ട സിറ്റിയാണ് എക്രോൺ. മറ്റ് സിറ്റികളുടെ പേര് ഞാൻ പറയാം, നമുക്കൊക്കെ അറിയാവുന്നതാണ്. അഷ്ദോദ് എന്ന് പറയുന്ന ഒരു സിറ്റി, അഷ്കലോൺ എന്ന് പറയുന്ന സിറ്റി, ഗാസ എന്ന് പറയുന്ന സിറ്റി, ഗാദ് എന്ന് പറയുന്ന സിറ്റി. 5-ാമത്തെ സിറ്റിയാണ് എക്രോൺ. അഷ്ദോദും അഷ്കലോണും ഗാസായും സമുദ്രതീരത്ത് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ എക്രോണും ഗാദും സമുദ്രതീരത്ത് നിന്ന് അല്പം ഉള്ളിലേക്ക് മാറിയാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഓരോ സിറ്റികളിലും യഥാർത്ഥത്തില് ഫിലിസ്ത്യരുടെ സിറ്റികളായതുകൊണ്ട് തന്നെ അവിടെ ദേവന്മാരുണ്ടായിരുന്നു, ദേവതകളുണ്ടായിരുന്നു. അതിലൊരു ദേവനാണ് ബെൽസബൂബ്. നമുക്കറിയാം, ലൂക്കാസ് സുവിശേഷത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ ഈശോ എങ്ങനെയാണ് രോഗികളെ സുഖപ്പെടുത്തുന്ന, പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് എന്ന് അവിടെ ഉണ്ടായിരുന്ന യഹൂദ പ്രമാണികള് കർത്താവിനെ നോക്കി പറയുന്ന രംഗങ്ങൾ അറിയാം. ബേൽസബൂബിനെ കൊണ്ടാണ് അവൻ പിശാചിനെ ബഹിഷ്കരിക്കുന്നത്. ആ ബേൽസബൂബ് എവിടുന്ന് വന്നു എന്നുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും. എക്രോൺ എന്ന് പറയുന്ന ആ ദേശത്തെ, ഫിലിസ്ത്യൻ രാജ്യത്തെ ഒരു ദേവനാണ് യഥാർത്ഥത്തിൽ ഈ ബേൽസബൂബ്. ഈ ബേൽസബൂബിനെ ആരാധിക്കുകയും ബേൽസബൂബിനെ ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട ദൈവമായി അവരോധിക്കുകയും ചെയ്ത അഹസ്യായുടെ മരണത്തെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ 1-ാമത്തെ അധ്യായം രേഖപ്പെടുത്തിയിരിക്കുക. ഏലിയ പറഞ്ഞു അവൻ തീർച്ചയായും മരിക്കും. അങ്ങനെ ഏലിയായുടെ ശാപം ആ അഹസ്യ എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് കടന്നു വരുന്നു. അദ്ദേഹം മരണപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ പിൻതലമുറക്കാര് ആരുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ യോറാം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സഹോദരൻ, അഹസ്യയുടെ സഹോദരനായ യോറാമാണ് പിന്നീട് ഇസ്രായേലിന്റെ രാജാവായിട്ട് കടന്നു വന്നത്. കാരണം അഹസ്യായിക്ക് മക്കളില്ലായിരുന്നു. മക്കളുണ്ടായിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ അഹസ്യയുടെ പിൻതലമുറക്കാരായിരുന്നു ഇസ്രായേലിന്റെ രാജാവായിട്ട് കടന്നു വരേണ്ടിയിരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഏലിയ പ്രവാചകന്റെ ജീവിതകാലത്ത് നടന്നത്. ഇനി അടുത്ത രംഗമാണ് വളരെ നിർണായകമായിട്ടുള്ള രംഗം. ഏലിയ പ്രവാചകൻ സ്വർഗത്തിലേക്ക് പോകുന്നതും എലീഷ പ്രവാചകന് തന്റെ മേലങ്കി നൽകുന്നതും, അതുപോലെ തന്നെ പിന്നീടുള്ള കാലഘട്ടം എലീഷ പ്രവാചകന്റെ കാലഘട്ടമായിട്ട് പരിണമിക്കുന്നു. അപ്പൊ ഇതിന്റെ ഇടയ്ക്കൊക്കെ നടന്ന സംഭവങ്ങള് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിനിടയ്ക്ക് 1-2 യുദ്ധങ്ങളെ കുറിച്ച് നമുക്ക് കാണാൻ സാധിച്ചു. അതിലൊരു യുദ്ധമാണ് യഥാർത്ഥത്തിൽ സിറിയക്കാരുമായിട്ടുള്ള യുദ്ധം. ബെൻഗദാദ് എന്ന് പറയുന്ന ഒരു സിറിയൻ രാജാവ്, ആ സിറിയൻ രാജാവ് ഇസ്രായേലിനെതിരെ നടത്തുന്ന യുദ്ധത്തെയാണ് സിറിയക്കാരുമായിട്ടുള്ള യുദ്ധമായിട്ട് മാറ്റുന്നത്. എന്തിനാണ് സിറിയക്കാരുമായിട്ട് യുദ്ധം നടക്കുക? സിറിയ ഏറ്റവും അടുത്ത് കിടക്കുന്ന ദേശമാണ്. ലെബനോണ്, സിറിയ തുടങ്ങിയ ദേശങ്ങള് ഇസ്രായേലിന്റെ ഏറ്റവും അടുത്ത് കിടക്കുന്ന നോർത്തേൺ ഭാഗത്ത് കിടക്കുന്ന ദേശമാണ്. യഥാർത്ഥത്തിൽ ലെബനോണിൽ നിന്നും സിറിയയിൽ നിന്നുമാണ് നമ്മൾ ഗോളാൻ കുന്നുകളൊക്കെ പിടിച്ചടക്കിയത്. അത് പിന്നീടുള്ള കാലഘട്ടത്തിൽ നടന്ന, പ്രത്യേകിച്ച് 1960കളിൽ നടന്ന യുദ്ധത്തിന്റെ ഫലമായിട്ടാണ് ഗോളാൻ കുന്നുകൾ പിടിച്ചെടുത്തത്. ഈ സിറിയക്കാർ ഇസ്രായേലുമായിട്ട് യുദ്ധം നടക്കുന്നത് ഇതാദ്യമായിട്ടൊന്നുമല്ല. നേരത്തെ തന്നെ സിറിയക്കാരുമായിട്ട് യുദ്ധം നടത്തിയിട്ടുണ്ട്. പിന്നീടും യുദ്ധം കാണുന്നുണ്ട്. അത് നമുക്ക് കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഏകദേശം 2 രാജാക്കന്മാരുടെ പുസ്തകം 17-ാമത്തെ അധ്യായമൊക്കെ ആവുമ്പോഴേക്കും ഈ യുദ്ധത്തെക്കുറിച്ചുള്ള ചിന്തകൾ നമുക്ക് കടന്നു വരും. എന്നാൽ അതിനൊന്ന് നേരത്തെ ഒന്ന് പറഞ്ഞു വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഈ സിറിയയും ഇസ്രായേലും കൂടി ഒന്നിച്ചു ചേർന്ന് ജൂദായെ ആക്രമിക്കുന്ന രംഗം നമുക്ക് കാണാൻ സാധിക്കും.
അതിനെയാണ് സീറോ എഫ്രമൈറ്റ് ക്രൈസിസ് എന്ന് വിശേഷിപ്പിക്കുക. 734 BC ഇത് സംഭവിച്ചത്. അതിന്റെ ഫലമായിട്ട് ഉണ്ടായ ഒരു വലിയൊരു അപജയമാണ് യഥാർത്ഥത്തില് ഇസ്രായേലിന്റെ പതനം എന്ന് പറയുന്നത്. അസീറിയ രാജാക്കന്മാര് ഇസ്രായേലിനെ നശിപ്പിക്കുകയും സിറിയയെ നശിപ്പിക്കുകയും ചെയ്ത് അസീറിയക്കാരുടെ ഭരണം ഇസ്രായേലിലും സിറിയയിലും സന്നിവേശിപ്പിച്ചു. അതിനെയാണ് പ്രധാനമായിട്ടും ആ യുദ്ധത്തിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. അങ്ങനെ സിറിയക്കാരുമായിട്ടുള്ള യുദ്ധത്തെയും ഇവിടെ പ്രധാനമായിട്ട് വിശേഷിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി പ്രത്യേകം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി നമുക്ക് ഏലിയാഹുവിന്റെ സ്വർഗീയ പ്രവേശനത്തിലേക്ക് നമുക്കൊന്ന് പോകാം. ഇവിടെ പറഞ്ഞിരിക്കുന്ന 2-3 കാര്യങ്ങൾ വളരെ രസകരമാണ്. അത് ഇസ്രായേലിന്റെ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെടുത്തി ചരിത്രപരമായിട്ട് നോക്കിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ തിയോളജിക്കലായിട്ട് ദൈവശാസ്ത്രപരമായിട്ട് നോക്കിക്കഴിയുമ്പോൾ വളരെയധികം അർത്ഥങ്ങൾ നൽകുന്ന ഒരു ഭാഗമാണ് ഏലിയായുടെ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം എന്ന് വിശേഷിപ്പിക്കുക. നമുക്കറിയാം, പഴയ നിയമത്തിലെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് പോയ, മരണം കാണാതെ പോയ വ്യക്തികളുടെ പേരുകൾ നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 5-ാമത്തെ അധ്യായത്തിൽ ഹേനോക്ക് എന്ന് പറയുന്ന ഒരാളെ അവതരിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് മരണമില്ലായിരുന്നു എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നിവാർത്തന പുസ്തകത്തിന് 32-ാമത്തെ അധ്യായത്തിലൊക്കെ 30, 31, 32 അധ്യായങ്ങളിലൊക്കെ മോശയുടെ മരണത്തെക്കുറിച്ച് വിശേഷിപ്പിക്കുമ്പോൾ മോശയുടെ മരണവും ഇതുപോലെ തന്നെ ഒരു അനുഭവമാണ്. കാരണം മോശ മരിച്ചു, അവനെ സംസ്കരിച്ചിരുന്ന സ്ഥലം എന്താണ് എന്ന് അവർക്ക് ആർക്കും അറിഞ്ഞുകൂടാ. അതാണ് മോശയുടെ മരണത്തെക്കുറിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്ന ഭാഗം. ഇനി കടന്നു വരാൻ പോകുന്ന ഏലിയയെ കുറിച്ചാണ്. ഏലിയ ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള പാരമ്പര്യങ്ങൾ യഥാർത്ഥത്തിൽ പഴയ നിയമ ചരിത്രത്തിൽ നമുക്ക് പ്രധാനമായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ എന്താണ് സ്വർഗത്തിലേക്കുള്ള പ്രവേശനം അല്ലെങ്കിൽ യാത്ര എന്നുകൊണ്ട് ഉദ്ദേശിക്കുക? സ്വർഗത്തിലേക്ക് പോയ 2 വ്യക്തികൾ, മരണം കാണാതെ രക്ഷപ്പെട്ടു പോയ 2 വ്യക്തികൾ. മോശ നിയമങ്ങളുടെ പ്രതീകമായിട്ട് നിൽക്കുന്നു, ഏലിയ പ്രവാചകന്മാരിൽ അഗ്രഗണ്യനായിട്ട് നിൽക്കുന്നു. അതുകൊണ്ടാണ് മോശയും ഏലിയായും ഈ രൂപാന്തരീകരണ സമയത്ത് കർത്താവിശ്വ മിശിഹായുടെ അടുത്ത് വരികയും അവനോട് സംസാരിക്കുകയും ചെയ്തതായിട്ട് വിശുദ്ധ ഗ്രന്ഥം സാക്ഷിക്കുന്നത് മർക്കോസിന് സുവിശേഷം 9-ാമത്തെ അധ്യായത്തിലും അതുപോലെ തന്നെ ലൂക്കാ സുവിശേഷത്തിന്റെ 9-ാമത്തെ അധ്യായത്തിലും. ഇപ്രകാരം ഇങ്ങനെ ഒരു ഏലിയയുടെ സ്വർഗീയ പ്രവേശനത്തിന്റെ നാൾവഴികളെ കുറിച്ചുള്ള വിചിന്തനമാണ് 2-ാമത്തെ അധ്യായത്തിൽ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്തെ വിശേഷണങ്ങൾ? ഒന്നാമതായി, ഏലിയ പ്രവാചകൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഉപയോഗിച്ചിരിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ തെരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലം ആദ്യം ബഥേലാണ്, അതിനുശേഷം ജോർദാനാണ്. ജോർദാന്റെ നദി കടക്കുന്നത് എപ്രകാരമാണ്? അത് വളരെ വ്യത്യസ്തമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. തൻ്റെ കയ്യിലുള്ള മേലങ്കി എടുത്ത് അതിന്മേൽ വെള്ളത്തിന്മേൽ അടിക്കുകയും ആ മേലങ്കി അടിച്ചതോടുകൂടി വെള്ളം 2ആയിട്ട് മാറുകയും കടലിൽ അല്ലെങ്കിൽ നദിയിൽ കരയിലൂടെ എന്ന വണ്ണം അവർ യാത്ര ചെയ്ത് ജോർദാന്റെ മറുകരയെത്തി സ്വർഗത്തിലേക്ക് ആരോഹിതനായി, അല്ലെങ്കിൽ ഒരു മേഘം വന്ന് ഒരു തേര് വന്ന് സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ആ സമയത്ത് ഏലിയ പ്രവാചകൻ ഏലീശയ്ക്ക് തന്നെ മേലങ്കി നൽകുകയും തൻ്റെ ചൈതന്യത്തിൽ നിന്ന് കുറെ എടുത്ത് ഏലീശ പ്രവാചകൻ നൽകുകയും അപ്രകാരം ഏലീശ തൻ്റെ ദൗത്യം തുടരുകയും ചെയ്യുന്ന രംഗങ്ങളെയാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്താണ് പ്രധാനമായിട്ടും ബഥേൽ എന്ന് പറയുന്ന എന്ന സ്ഥലത്തിന്റെ അർത്ഥമായിട്ട് നിൽക്കുക? ബഥേലിന്റെ അർത്ഥം എന്താണ്? ജോർദാന്റെ അർത്ഥം എന്താണ്? എന്തുകൊണ്ടാണ് അതിനെ തുണി കൊണ്ട് അടിക്കുന്നത്? എന്തുകൊണ്ടാണ് ജലം 2ആയിട്ട് മാറുന്നത്? ഇതെല്ലാമാണ് ഇന്നത്തെ ചർച്ചയുടെ ഇന്നത്തെ ക്ലാസിന്റെ ദൈവശാസ്ത്ര വിഷയമായിട്ട് നിൽക്കുക. ബഥേൽ എന്ന് പറയുന്ന സ്ഥലം ഇസ്രായേലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. കാരണം അവിടെയാണ് ആദ്യത്തെ ദൈവത്തെക്കുറിച്ചുള്ള വിഷൻ കടന്നു വരിക. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിന്റെ 28-ാമത്തെ അധ്യായത്തിൽ യാക്കോബ്
ഹാരാനിലേക്ക് പോകുന്ന സമയത്ത് ദൈവത്തിന്റെ ഒരു വെളിപാട് ലഭ്യമാകുന്ന സ്ഥലമാണ് യഥാർത്ഥത്തിൽ ബഥേൽ എന്ന് പറയുന്ന സ്ഥലം. ഈ പട്ടണത്തിന് പണ്ട് പറഞ്ഞിരുന്ന പേര് ലുത്സ് എന്നായിരുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ ജോസഫും അദ്ദേഹത്തിന്റെ മക്കളും ഈ ലുത്സ് എന്ന് പറയുന്ന സ്ഥലത്തെയാണ് പ്രധാനമായിട്ടും കോൺകർ ചെയ്യുന്നതും അതുവഴിയായിട്ട് പിന്നീട് അതിന് ബഥേൽ എന്ന പേര് കൊടുക്കുകയും ചെയ്യുന്നു. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഇത് യഥാർത്ഥത്തിൽ ലുത്സ് എന്ന് പറയുന്ന ഒരു പ്രദേശം. അപ്പൊ ഹാരാനിലേക്ക് പോകുന്ന സമയത്ത് ഈ മനുഷ്യൻ യാക്കോബ് ഈ ബഥേൽ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അദ്ദേഹം അവിടെ കിടന്നുറങ്ങുകയാണ്. അദ്ദേഹത്തിന് ഒരു സ്വപ്നമുണ്ടായി എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് ഒരു സ്വപ്നം ഉണ്ടായി. ഹലാം എന്നാണ് ഹെബ്രായ ഭാഷയിൽ ആ വാക്കിന്റെ അർത്ഥം. ഹലാം എന്നാണ്. ഹലാം എന്ന് പറഞ്ഞാൽ ഡ്രീം അല്ലെങ്കിൽ സ്വപ്നം എന്നാണ്. ഇതേ സ്വപ്നം തന്നെയാണ് നമ്മുടെ ജോസഫ് കാണുന്ന സ്വപ്നം. ജോസഫ് കാണുന്ന സ്വപ്നം ഇത് തന്നെയാണ്. ഇനി അദ്ദേഹം സ്വപ്നം കാണുന്ന എന്താണ്? ഇതാ സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോവണി. അവിടെ മാലാഖമാര് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതായി അവിടെ കാണും. ഉടനെ അദ്ദേഹം ഒരു കല്ലെടുത്ത് അതിന്മേൽ എണ്ണയൊഴിച്ച് പറഞ്ഞു, ഇത് ദൈവത്തിന്റെ സ്ഥലമാണ്. ആ സ്ഥലമായതുകൊണ്ടാണ് ബേത്ത് ഏൽ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ഭവനമാണ് എന്നതാണ് അതിന്റെ അർത്ഥം. ഇനി ഈ ഒരു സ്ഥലത്തിന് ഇത്രമാത്രം പ്രാധാന്യം കിട്ടാനുള്ള കാരണം, ആരംഭകാലത്ത് ഈ സ്ഥലം എന്ന് പറയുന്നത് ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് യാക്കോബ് എന്ന് പറയുന്ന ആ വ്യക്തിയെ ഹാരാൻ എന്ന് പറയുന്ന ദേശത്തേക്ക് കൊണ്ടുപോയി പാർപ്പിക്കുന്ന അനുഭവത്തെയാണ് സൂചിപ്പിക്കുക. ഹാരാൻ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി പാർപ്പിക്കുക. എന്താണ് ഈ എക്സൈല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, ആ ഭാഗം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തിനാണ് ഹാരാനിലേക്ക് കൊണ്ടുപോകുന്നത്. ഹാരാനിലേക്ക് കൊണ്ടുപോകുന്നത് ഒരു എക്സീലിക് സിറ്റുവേഷൻ ആണ്. പ്രവാസ കാലഘട്ടത്തിലേക്ക് പോവുകയാണ്. 20 വർഷത്തെ പ്രവാസ ജീവിതത്തിലേക്ക് അദ്ദേഹം പോവുകയാണ്. ആ 20 വർഷത്തിലേക്ക് പോകുമ്പോൾ ദൈവം തന്നെ ഇറങ്ങി വന്ന് അദ്ദേഹത്തെ കൊണ്ടുപോവുക. എന്നിട്ട് പറയുകയാണ്, ഒരു പ്രോമിസ് കൊടുക്കുന്നുണ്ട് 12-ാമത്തെ വാക്യത്തിൽ, 28-ന്റെ 12-ാമത്തെ വാക്യങ്ങളിൽ, ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, ഞാൻ നിനക്ക് ഒരു ഭൂമി തരും. ഞാൻ നിനക്കൊരു ഭൂമി തരും. കാരണം യാക്കോബിന് കൊടുക്കുന്ന ആ അനുഗ്രഹം എന്ന് പറയുന്നത് ഭൂമിയുടെ അനുഗ്രഹമാണ്. ഇത് അനേകം മക്കളെ കൊടുക്കുന്ന അനുഗ്രഹമാണ്. അത് അബ്രാമിലൂടെ കൊടുത്ത അനുഗ്രഹത്തിന്റെ പൂർത്തീകരണമാണ്. 12-ാം അധ്യായം, ഉൽപ്പത്തി 12-ാം അധ്യായത്തില് 1 മുതലുള്ള വാക്യങ്ങൾ കണ്ടല്ലോ. 2 അനുഗ്രഹങ്ങൾ. ഞാൻ നിനക്കൊരു പുത്രനെ നൽകും. 2-ാമത്തെ അനുഗ്രഹമാണ് ഞാൻ നിനക്കൊരു ഭൂമി നൽകും. അതാണ് പ്രോമിസ്ഡ് ലാൻഡ്. ഈ അനുഗ്രഹം സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിന്റെ തണലിലാണ് ഈ മനുഷ്യൻ യാക്കോബ് ഹാരാനിലേക്ക് പോകുന്നതും ശിക്ഷകളെല്ലാം കഴിഞ്ഞ് ഹാരാനിൽ നിന്ന് 20 വർഷത്തെ പ്രവാസകാലത്തിന് ശേഷം തിരികെ വാഗ്ദാന നാട്ടിലേക്ക് വന്ന് ഇതേ സ്ഥലത്ത് വെച്ച് തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി അദ്ദേഹം ഒരു ബലിയർപ്പണം നടത്തുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ദൈവം പ്രവാസകാലത്ത് ദൈവം തന്റെ കൂടെ ഉണ്ടായിരുന്നുവെന്നും ആ കാലഘട്ടത്തിൽ കർത്താവ് തന്നെ വളർത്തിയെന്നും നടത്തിയെന്നുമുള്ള ആ വിശ്വാസത്തിന്റെ ചൈതന്യത്തിൽ നിന്നുകൊണ്ട് ദൈവത്തിന് കൊടുക്കുന്ന പരമമായിട്ടുള്ള ആരാധനയുടെ അനുഭവമാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം നടത്തുന്ന ഈ പരിശുദ്ധമായിട്ടുള്ള ബലി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതേ അനുഭവം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലെ 46-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിലാണ്. അവിടെയും യാക്കോബ് ഈജിപ്തിലേക്ക് പോകുന്ന അവസരത്തിൽ ദൈവമായ കർത്താവ് പറയുകയാണ്, നീ ഈജിപ്തിലേക്ക് പോകാൻ മടിക്കണ്ട, നീ ഭയപ്പെടേണ്ട, കാരണം ഞാൻ നിന്നോടൊപ്പം ഈജിപ്തിലേക്ക് കടന്നു വരും. ഇതെല്ലാം സൂചിപ്പിക്കുക ഇസ്രായേൽ ജനത്തെ ദൈവമായ കർത്താവ് തള്ളിക്കളയുകയില്ല. അവരുടെ പ്രവാസകാലത്തും അവരുടെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളിലും ഈ ജനതയ്ക്ക് ആവശ്യമായിട്ടുള്ള കൃപാവരവും അനുഗ്രഹവും നൽകി സംരക്ഷിക്കുന്ന ദൈവമാണ് എന്ന് കൃത്യമായ ഭാഷയിൽ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ടായിരിക്കാം ഏലിയ പ്രവാചകൻ ദൈവത്തിന്റെ സജീവ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്ന ആരംഭകാലം മുതൽ നിലനിന്നിരുന്ന
ഒരു ട്രഡീഷനായ ദൈവത്തിന്റെ സജീവ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്ന ബഥേല് തെരഞ്ഞെടുക്കാനുള്ള കാരണം. വീണ്ടും നമ്മൾ ബഥേലിനെ കുറിച്ച് പല രീതിയിൽ പല കാര്യം നമ്മൾ കാണുന്നുണ്ട്. ബഥേലിന്റെ അനുഭവങ്ങളെ കുറിച്ച് കാണുന്നുണ്ട്. നമുക്കറിയാം ബഥേലില് അന്യദേവന്മാരെ ആരാധിച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്യദേവന്മാരെ ആരാധിച്ചിരുന്ന സാഹചര്യം നമുക്ക് ന്യായാധിപന്മാരുടെ പുസ്തകം 19-ാമത്തെ അധ്യായത്തിൽ മിക്ക എന്ന് പറയുന്ന വ്യക്തി തന്റെ അമ്മ കൊടുത്ത സ്വർണം കൊണ്ട് ഈ സ്ഥലത്ത് ബഥേൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ദേവാലയം നിർമ്മിക്കുകയും അതിലൂടെ ദേവാലയം നിർമ്മിക്കുകയും അവിടെ ലേവ്യരെ അപ്പോയിന്റ് ചെയ്യുകയും ചെയ്ത സംഭവങ്ങളൊക്കെ നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ പഠിച്ചു. അതുപോലെ തന്നെ റഹോബോവാം ഒക്കെ വേർതിരിയുന്ന അവസരത്തിൽ ജെറോബോവാം തന്റെ രാജ്യത്തിന്റെ ഒരു കൾട്ടിക് സെന്റർ ആയിട്ട് ബഥേലിനെ മാറ്റിയ സംഭവങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലെ ക്ലാസ്സുകളിലൂടെയൊക്കെ കേട്ടു. ഇവിടെ അദ്ദേഹം ബഥേൽ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. അവിടെ നിന്ന് ഏലിയായുമായിട്ടുള്ള സംഭാഷണം, ബഥേലിലുണ്ടായിരുന്ന പ്രവാചകനം എലീശായോട് പറഞ്ഞു, കർത്താവ് നിന്റെ യജമാനനെ നിന്നിൽ നിന്ന് എടുക്കുമെന്ന് നിനക്കറിയാമല്ലോ എന്നിട്ടൊക്കെ പറയുകയാണ്. അതിനുശേഷം അദ്ദേഹം പോകുന്ന സ്ഥലം ജെറീക്കോയാണ്. അങ്ങനെ അവർ ജെറീക്കോയിലെത്തി. ജെറീക്കോ എന്ന് പറയുന്ന പ്രദേശം ബഥേലിൽ നിന്ന് അല്പം അകലെയാണ്. ജെറീക്കോ എന്ന് പറയുന്ന പട്ടണം ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ബഥേലിന് സ്വല്പം അകലെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു കുന്നിറങ്ങി താഴോട്ടിറങ്ങി കഴിഞ്ഞാൽ കാണുന്ന ഒരു പട്ടണമാണ് ജെറീക്കോ. ഏകദേശം 350 മീറ്ററോളം സീ ലെവലിൽ നിന്ന് താഴെ കിടക്കുന്ന പരമ്പരാഗതമായിട്ടുള്ള പാരമ്പര്യമുള്ള ഒരു പട്ടണമാണ് ജെറീക്കോ പട്ടണം. അവിടെ എത്തി നിൽക്കുകയാണ്. അതിനുശേഷം അവിടുന്ന് എളുപ്പമാണ് ജോർദാന് മറുകര ചാടാൻ വേണ്ടിയിട്ട്. കാരണം ഇസ്രായേൽ ജനം വന്ന വഴി ഇത് തന്നെയാണ്. ജോർദാൻ നദി കടന്ന് അവർ ജെറീക്കോ പട്ടണത്തിലേക്ക് വരിക. അതിനുശേഷമാണ് ബഥേലിലേക്കും ആയി പട്ടണത്തിലേക്കും ഒക്കെ ഇസ്രായേൽ ജനം പോകുന്നത്. അതേ പോയിന്റ് തന്നെ ഏലിയ പ്രവാചകൻ തന്റെ സ്വർഗപ്രവേശനത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ശ്രദ്ധിച്ചു നോക്കിയേ, സ്വർഗപ്രവേശനത്തിലേക്ക് കൊണ്ടുപോകുന്ന രീതികള്. ബഥേലിൽ വരുന്നു, അവിടുന്ന് ജെറീക്കോ പട്ടണത്തിലേക്ക് പോകുന്നു, അവിടുന്ന് ജോർദാൻ നദി കടക്കുന്നു, ജോർദാന്റെ അക്കരെ നിന്നുകൊണ്ട് അദ്ദേഹം യാത്ര ചെയ്യുന്നു. ഇസ്രായേൽ ജനം വന്ന വഴിയിലൂടെ തന്നെ പ്രവാചകനായ ഏലിയ സ്വർഗത്തിലേക്ക് യാത്രയാവുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ പ്രവാചകന്റെ ദൗത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. ഇസ്രായേലിന്റെ വഴികളെ മനസ്സിലാക്കി കൊടുക്കുക, അവൻ വന്ന വഴിയെ മനസ്സിലാക്കി കൊടുക്കുക. ജെറീക്കോ പട്ടണത്തിൽ നിന്ന് വന്നു. അതിനുശേഷം വീണ്ടും ജെറീക്കോ പട്ടണത്തിൽ നിന്ന് ശേഷം അദ്ദേഹം എങ്ങോട്ടേക്കാ പോകുന്നത്? ജോർദാന്റെ മറുകരയിലേക്ക് പോകാൻ ഇരുന്ന. ജെറീക്കോ പട്ടണവും ജോർദാനും തമ്മില് ഏകദേശം വണ്ടിക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പൊ 15 മിനിറ്റ് 20 മിനിറ്റിന്റെ ദൂരമുണ്ട്. ഉള്ളിലേക്ക് മാറിയിട്ടാണ്. ഇപ്പോൾ അവിടെ മുഴുവനും മിലിറ്ററി ഏരിയ കിടക്കുന്നത് കൊണ്ട് ജെറീക്കോയുടെ പ്രദേശത്ത് നിന്ന് ഒരു മിലിറ്ററി ഏരിയയാണ് ജോർദാൻ നദി എന്ന് പറയുന്നത്. ജോർദാന്റെ പ്രദേശം എന്ന് പറയുന്നത് മിലിറ്ററി ഏരിയയാണ്. കാരണം ഇത് രണ്ടും ജോർദാനും ഇസ്രായേലും തമ്മിലുള്ള അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ് യഥാർത്ഥത്തിൽ ഈ ജോർദാന്റെ പ്രദേശം. ജോർദാൻ നദി കടക്കുന്നത് എങ്ങനെയാണ്? ജോർദാൻ നദി എന്ന് പറയുന്നത് വലിയ നദിയൊന്നുമല്ല. നമുക്കറിയാം, ജോഷുവയുടെ പുസ്തകത്തിലെ 4-ാം അധ്യായത്തിലും ജോർദാൻ നദി കടക്കുന്ന ഇസ്രായേൽ ജനതയെ നമ്മൾ കാണുന്നുണ്ട്. അവർ കടന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. അത് കടന്നത് വാഗ്ദാന പേടകം പിടിച്ചുകൊണ്ട് അവര് ലേവ്യ പുരോഹിതന്മാർ കർത്താവിന്റെ വാഗ്ദാന പേടകം പിടിച്ചുകൊണ്ട് ജോർദാന്റെ നദിയിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ ഇതാ ജോർദാൻ നദി രണ്ടായിട്ട് തിരിയുകയാണ് ചെയ്യുന്നത്. അത് പുതിയൊരു എക്സോഡസ് ആയിട്ട് മാറുകയാണ്. കാരണം നമുക്കറിയാം, പഴയ നിയമത്തിലെ പുറപ്പാടിന്റെ പുസ്തകത്തിന്റെ 14 മുതലുള്ള 14-ാമത്തെ അധ്യായത്തിൽ ഇസ്രായേൽ ജനം എങ്ങനെ കടന്നുപോയി എന്നതിനെ കുറിച്ച് വിശേഷിപ്പിക്കുന്നതോടൊപ്പം തന്നെ 15-ാമത്തെ അധ്യായത്തിൽ ആ പാട്ടിലൂടെ ഇസ്രായേൽ ജനം എങ്ങനെയാണ് വാഗ്ദാന ദേശത്തേക്ക് പ്രവേശിച്ചത് നമുക്കറിയാം. മോശ വടി ഉയർത്തി ആ വടിയെടുത്ത് ഈ വെള്ളത്തിന്മേൽ അടിച്ചു. ആ വെള്ളം രണ്ടായിട്ട് തിരിഞ്ഞു. ഇസ്രായേൽ ജനം കരയിലൂടെ എന്നവണ്ണം യാത്ര ചെയ്തു എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പുറപ്പാടിന്റെ പുസ്തകത്തിലെ
14-15 അധ്യായങ്ങൾ. ഇവിടെയും ജോഷുവയുടെ പുസ്തകത്തിലെ 4-ാമത്തെ അധ്യായത്തിലും കർത്താവിന്റെ വാഗ്ദാന പേടകം ജോർദാൻ നദിയെ സ്പർശിച്ചപ്പോൾ ഇതാ ആ നദി രണ്ടായിട്ട് പിരിയുകയാണ്. ഇവിടെ കാണാൻ പോകുന്ന അടുത്ത രംഗം, ജോഷുവ തന്റെ മേലങ്കി എടുത്ത് ഈ വെള്ളത്തിന്മേൽ അടിച്ചു. അതാണ് പ്രധാനപ്പെട്ടത്. എന്താ മേലങ്കി എന്ന് പറയുന്നത്? അത് ജീവിതത്തെ സൂചിപ്പിക്കുകയാണ്. മേലങ്കി എപ്പോഴും ജീവിതത്തെ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ആ മേലങ്കി ദൈവത്തിന്റെ ആത്മാവിനെ നിറഞ്ഞ് ഒരു ജീവിതത്തെ സൂചിപ്പിക്കുന്ന രംഗമാണ്. അതുകൊണ്ടാണ് ഈ മേലങ്കി തന്നെ ഏലീശ പ്രവാചകന് കൊടുക്കുന്നതും ഏലീശ ഇതിലൂടെ പ്രവാചക ഗണത്തിലേക്ക് പ്രവേശിക്കുന്നതുമായിട്ടുള്ള രംഗമാണ് തുടർന്ന് കാണുന്നത്. അപ്പൊ ആ ജീവിതത്തിന്റെ പരിശുദ്ധാരൂപിയെ അല്ലെങ്കിൽ ദൈവാത്മാവിന്റെ സാന്നിധ്യത്തെ, ആ സാന്നിധ്യമാണ് ജോർദാൻ നദി കടന്ന് അക്കരയ്ക്ക് പോയി അവിടെ നിന്ന് അഗ്നേയരഥങ്ങളിലൂടെ ഇസ്രായേലിന്റെ രഥങ്ങളും സാരഥികളും അഗ്നേയരഥവും അശ്വങ്ങളും അവരെ വേർപെടുത്തി. അങ്ങനെ അഗ്നേയരഥത്തിൽ സ്വർഗത്തിലേക്ക് യാത്ര ചെയ്തു പോകുന്ന ഏലിയായുടെ രംഗമാണ് 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വചനഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ സ്വർഗത്തിലേക്ക് ഏലിയ പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുക, ഏലിയ ഇതാ വന്നു കഴിഞ്ഞു എന്ന് ഈശോ പറയുന്നത്. ഏലിയ വന്നു കഴിഞ്ഞു. കർത്താവിന്റെ 2ാമത്തെ ആഗമനത്തിന് മുമ്പ് ഏലിയ വരും എന്നുള്ളൊരു വിശ്വാസം ആളുകൾക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഏലിയായെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഏലിയായെ കുറിച്ചാണ് നമ്മളിവിടെ കാണുന്നത്. മലാക്കിയുടെ പുസ്തകത്തിലും ഏലിയ വരുമെന്നുള്ള ഒരു വിശ്വാസം ആളുകൾക്കുണ്ടായിരുന്നു. ഏലിയ പ്രവാചകൻ വരും എന്നുള്ള ഒരു വിശ്വാസം. അതാണ് മലാക്കിയുടെ പുസ്തകത്തിൽ ഏലിയയെ കുറിച്ചുള്ള പരാമർശങ്ങൾ അവസാന ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം എസ്കത്തലോജിക്കൽ ഫുൾഫിൽമെന്റിനെ കുറിച്ച് പറയുന്നതാണ്. യുഗാന്ത്യോന്മുഖതയെ കുറിച്ച്. ഏലിയ യുഗാന്ത്യോന്മുഖതയുടെ ആളായിട്ട് നിൽക്കുകയാണ്. ദേവാലയവും യുഗാന്ത്യോന്മുഖതയും ഏകദൈവ വിശ്വാസവും ഒക്കെ കൊടുത്തിരിക്കുന്ന ഭാഗമാണ് പ്രധാനമായിട്ടും ഏലിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുക. ഇനി കടന്നു വരാൻ പോകുന്ന വ്യക്തിയാണ് ഏലീശ പ്രവാചകൻ. ആരാണ് ഏലീശ പ്രവാചകൻ? ഏലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈ ഗോഡ്, ഇഷ് മാൻ, മാൻ ഓഫ് ഗോഡ് എന്നാണ്, മാൻ ഓഫ് മൈ ഗോഡ് എന്നാണ് അർത്ഥം. ദൈവപുരുഷൻ എന്നാണ് യഥാർത്ഥത്തിൽ ഏലീശ എന്ന വാക്കിന്റെ അർത്ഥമായിട്ട് മാറ്റുന്നത്. അങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം എന്നാണ് ഞാൻ പറയുന്നത്. ഏലീശ ദൈവപുരുഷൻ. കാരണം ഈ വരുന്ന വചനഭാഗങ്ങളിലൊക്കെ പ്രത്യേകിച്ച് കടന്നു വരുന്ന ശൂനംകാരിയുടെ മകനെ ഉയർപ്പിക്കുന്നതും അതുപോലെ തന്നെ വിധവയുടെ എണ്ണയെക്കുറിച്ചുള്ള കാര്യങ്ങളിലും അപ്പം വർദ്ധിപ്പിക്കുന്നതിലും നാമാനെ സുഖപ്പെടുത്തുന്നതിലും തുടർന്ന് വരുന്ന അത്ഭുതങ്ങളിലും അടയാളങ്ങളിലും ഒക്കെ കാണാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഏലീശയുടെ വ്യക്തിത്വം. അവിടെയൊക്കെ ഏലീശ പ്രവാചകനെ അവതരിപ്പിച്ചിരിക്കുന്നത് ദൈവപുരുഷൻ എന്നാണ്. എന്നാൽ ഏലിയ പ്രവാചകനെ അവതരിപ്പിച്ചിരിക്കുന്നത് പ്രവാചകനായ ഏലിയ, തിഷ്ബിത്തുകാരനായ പ്രവാചകനായ ഏലിയ. അദ്ദേഹത്തിന്റെ പ്രൊവിനിയൻസും അദ്ദേഹം എവിടെ നിന്നാണ് കടന്നു വരുന്നതെന്നൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഏലീശ പ്രവാചകനെ കുറിച്ച് പറയുമ്പോൾ ദൈവപുരുഷൻ എന്ന ഒരു സംജ്ഞയാണ് പ്രധാനമായിട്ടും ഏലീശ പ്രവാചകനെ കുറിച്ച് പറയുമ്പോൾ ഉള്ളത്. ഏലീശ എങ്ങനെയാണ് പ്രവർത്തനം തുടങ്ങുന്നത്? ഏലിയ പ്രവാചകനിൽ നിന്ന് ശക്തി സ്വീകരിച്ചാണ് ഏലീശ പ്രവർത്തനം തുടങ്ങുന്നത്. എങ്ങനെയാണ് തുടങ്ങുന്നത്? 13-ാമത്തെ വാക്യത്തിൽ വ്യക്തമായിട്ട് പറയുന്നു. അവൻ ഏലിയായിൽ നിന്ന് വീണ് കിട്ടിയ മേലങ്കിയുമായി ജോർദാന്റെ കരയിൽ ചെന്നു നിന്നു. അവനത് വെള്ളത്തിന്മേൽ അടിച്ചുകൊണ്ട് പറഞ്ഞു, ഏലിയായുടെ ദൈവമായ കർത്താവ് എവിടെ? അവൻ വെള്ളത്തിന്മേൽ അടിച്ചപ്പോൾ വെള്ളം ഇരുവശത്തേക്ക് മാറി അവൻ കടന്നുപോയി. കണ്ടോ? നോക്കിക്കേ, ഇതൊരു വലിയൊരു രസകരമാണ്. കാരണം ഒരാൾ അങ്ങോട്ട് പോകുന്നു, വേറൊരാൾ ഇങ്ങോട്ട് വരുന്നു. നോക്കിക്കേ, ഇസ്രായേലിന് വന്ന വഴി കൂടി ഏലിയ പ്രവാചകൻ നേരെ പോവുകയാണ്, സ്വർഗത്തിലേക്ക് പോവുക. ഇതാണ് ഇസ്രായേലിന്റെ വഴി എന്ന് സൂചിപ്പിക്കുക. കാരണം ഇസ്രായേലിന്റെ വഴി, ഈ വാഗ്ദാന ദേശത്തിലേക്കുള്ള വഴി എന്ന് പറയുന്നത് സ്വർഗത്തിന്റെ വഴിയാണ്, സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. അങ്ങനെ മാത്രമേ പ്രോമിസ്ഡ് സൺ അല്ലെങ്കിൽ വാഗ്ദാനത്തിന്റെ പുത്രൻ സ്വർഗത്തിലേക്ക് നോക്കി നിൽക്കേണ്ട പുത്രനാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഏലീശ പ്രവാചകൻ നോക്കിക്കട്ടെ, ഏലീശ പ്രവാചകൻ വീണ്ടും ഒരു പുതിയ എക്സോഡസ് നടത്തുക. ജോർദാന്റെ അക്കരെ നിന്നിട്ട്
തനിക്ക് കിട്ടിയിരിക്കുന്ന മേലങ്കി ഉപയോഗിച്ചുകൊണ്ട് ദൈവമായ കർത്താവിനെ വിളിച്ചപേക്ഷിച്ച് ആ മേലങ്കി എടുത്ത് അടിച്ച് അങ്ങനെ ജലക്കരയായിട്ട് മാറി അതിലൂടെ കടന്നു വന്ന രംഗമാണ് നമുക്ക് നോക്കിയത്. ഇനി അടുത്തത്, ജെറീക്കോയിലെ പ്രവാചകനും ഏലീശായെ കണ്ടപ്പോൾ ഏലിയായുടെ ആത്മാവ് ഏലീശായെ കുടികൊള്ളുന്നു എന്ന് പറഞ്ഞു. അവർ അവനെ താണുവണങ്ങി എതിരേറ്റു. അവർ അവനോട് പറഞ്ഞു, അങ്ങയുടെ ദാസന്മാരുടെ ഇടയിൽ 50 ബലവാന്മാരുണ്ട്. അങ്ങയുടെ യജമാനെ അന്വേഷിച്ചു പോകുന്നതിന് അവരെ അനുവദിച്ചാലും അവനെ വല്ല മലയിലോ താഴ്വരയിലോ ഉപേക്ഷിച്ചിരിക്കാം. അവൻ പറഞ്ഞു, ആരെയും അയക്കേണ്ട, അവൻ സമ്മതിക്കുവോളം നിർബന്ധിച്ചു. അങ്ങനെ ഏലീശ ജെറീക്കോയിൽ അവരോട് പറഞ്ഞു, പോകേണ്ട എന്ന് ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെ ഏലീശ പ്രവാചകൻ അവിടുത്തെ അടുത്ത ഒരു രംഗമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ഏലീശ പ്രവാചകൻ ചെയ്യുകയാണ്. ഏലിയ പ്രവാചകൻ ചെയ്ത കർമ്മങ്ങളെക്കാട്ടിലും കൂടുതലായി ഏലീശ പ്രവാചകൻ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുകയാണ്. നമുക്കറിയാം, ഏലിയ പ്രവാചകന്റെ കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും ഏകദൈവ വിശ്വാസത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരുക്കമായിരുന്നെങ്കിൽ അതൊരു വലിയൊരു സാക്രിഫൈസ് ഒക്കെ നടത്തി, കാർമൽ മലയിൽ വെച്ച് വലിയൊരു സാക്രിഫൈസ് ഒക്കെ നടത്തി ഏലിയ പ്രവാചകൻ ഏകദൈവത്തിലുള്ള വിശ്വാസത്തെ അടിയുറപ്പിച്ചുകൊണ്ട് ഇസ്രായേൽ ജനത്തെ നയിക്കുന്ന ഒരു അനുഭവമായിരുന്നെങ്കിൽ ഏലീശ പ്രവാചകൻ അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും ദൈവമായ കർത്താവിന്റെ സാന്നിധ്യത്തെ ലോകത്തിന് മുമ്പിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെ പറയുക നോക്കിയാണ്, തുടർന്ന് വരുന്ന ഭാഗങ്ങളിലൊക്കെ ഒരു അത്ഭുതം നടത്തുകയാണ്. ഒരു പുതിയ പാത്രം കൊണ്ടുവന്ന് അതിൽ ഉപ്പിടുവാൻ അവൻ പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തു. അവൻ ഉറവയ്ക്ക് അടുത്ത് ചെന്ന് അതിലിട്ടുകൊണ്ട് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ഈ വെള്ളം ശുദ്ധീകരിച്ചിരിക്കുന്നു. ഇനി ഇത് മരണത്തിനോ ഫലശൂന്യതയ്ക്കോ കാരണമാവുകയില്ല. ഏലീശയുടെ വചനമനുസരിച്ച് ആ വെള്ളം ഇന്നും ശുദ്ധമാണ്. ഒരു വെള്ളത്തെ വിശുദ്ധീകരിക്കുന്ന രംഗമാണ്. അതൊരു അത്ഭുതം പോലെ വെള്ളത്തിൽ ഉപ്പിട്ട് ആ വെള്ളം വിശുദ്ധീകരിച്ച് ഒരത്ഭുതം കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നും ശുദ്ധീകരിക്കപ്പെട്ട വെള്ളം പോലെ ഇസ്രായേലിന്റെ ജീവിതമായി തീരണമെന്ന് സൂചിപ്പിക്കുന്ന രംഗമാണ് നമ്മളിവിടെ കാണുക. തുടർന്ന് വരുന്നത് വിധവയുടെ എണ്ണയെക്കുറിച്ചാണ്. അന്ന് രാജാക്കന്മാരുടെ പുസ്തകം 17-ാമത്തെ അധ്യായത്തിൽ ഈ ഏലിയ പ്രവാചകൻ സറഫ്തായിലെ വിധവയുടെ അടുത്ത് ചെന്ന് അപ്പം വാങ്ങി കഴിച്ചു, വെള്ളം കുടിച്ചു. വറവായിട്ടും അല്ലെങ്കിൽ ക്ഷാമമായിട്ടും ഇവിടെ അപ്പവും വെള്ളവും ഒക്കെ എന്നും ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി പറഞ്ഞു കേട്ടു. അപ്പൊ അങ്ങനെ ഒരു അവസരത്തിൽ വീണ്ടും ഇവിടെ വിധവയുടെ എണ്ണ ഒരിക്കലും തീർന്നു പോകാത്ത രീതിയിൽ വിധവയ്ക്ക് ഏലിയ പ്രവാചകൻ എണ്ണ കൊടുക്കുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. പാത്രങ്ങളെല്ലാം നിരത്തിവെച്ച് അങ്ങനെ അദ്ദേഹം എണ്ണ കൊടുത്ത്, ഒരിക്കലും വറ്റാത്ത എണ്ണ പോലെ ഇത് നിലനിർത്തേണ്ട ഒരു രംഗമാണ് തുറന്നു വരുന്ന ഭാഗങ്ങളിൽ നമ്മൾ കാണുക. വീണ്ടും അടുത്തൊരു അത്ഭുതം, ഒരു കുഞ്ഞിനെ ഉയർപ്പിക്കുക. നമുക്ക് ഏലിയ പ്രവാചകൻ ചെയ്തു പോയ അതേ അത്ഭുതം തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ആ സറഫ്തായിലെ വിധവയുടെ പുത്രൻ മരിച്ചപ്പോൾ ഏലിയ പ്രവാചകൻ വന്ന് ആ വിധവയുടെ പുത്രൻ ഉയർപ്പിച്ചതുപോലെ തന്നെ ഇവിടെയും ഒരു ഉയർപ്പ് നടക്കുകയാണ്. പ്രത്യേകിച്ച് വിധവയുടെ എണ്ണ എല്ലാം ഒരു പാരലായിട്ടാണ് നമ്മൾ കാണുക. ഇവിടെ ശൂനങ്കാരി എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം നടന്നു വരുമ്പോഴത്തേക്കിനും ഈ ഏലിയ പ്രവാചകൻ ഒരു സഹായി ഉണ്ടായിരുന്നു. ആ സഹായിയുടെ പേരാണ് ഗഹസി എന്ന് പറയുന്ന സഹായി. അദ്ദേഹമാണ് ഇനി അടുത്ത് വരുന്ന എപ്പിസോഡിൽ നമ്മൾ കാണുന്നത്. നാമാനെ സുഖപ്പെടുത്തുന്ന രംഗത്തിലും ഈ ഗഹസി തന്നെയാണ് കാണുന്നത്. അത് അടുത്ത പ്രാവശ്യം നമുക്ക് പറയാൻ സാധിക്കുമെന്ന് തോന്നുകയാണ്. അപ്പോൾ ഈ ഗഹസിയോട് പറയുകയാണ്, ശൂനങ്കാരി വരുന്നുണ്ട്, അവനോട് ചോദിക്കുക, അവനും അവന്റെ ഭർത്താവിനും അവളുടെ ഭർത്താവിനും മകൾക്കൊക്കെ സുഖമാണോ എന്ന് ചോദിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേരത്തെ മുൻകൂട്ടി കണ്ട് ശൂനങ്കാരി വരുന്നു എന്ന് കേട്ടപ്പോൾ അദ്ദേഹത്തെ കാണുന്ന രംഗമാണ് 4-ാമത്തെ അധ്യായത്തിൽ സൂചിപ്പിക്കുക. അതിനുശേഷം ഏറ്റവും അവസാനത്തിൽ നോക്കിക്കേ, കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും ആരോ പറയുന്നു, ശൂനങ്കാരിയുടെ മകൻ മരിച്ചിരിക്കുന്നു. കണ്ടോ, മകൻ മരിച്ചു. ഈ മകനെ തരാൻ വേണ്ടിയിട്ട്, ഇതിനു വേണ്ടിയിട്ടാണോ നീ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഈ ശൂനങ്കാരി ബഹളം വെച്ചപ്പോൾ, വിലപിച്ചപ്പോൾ ഈ ഏലീശ പ്രവാചകൻ വീട്ടിൽ പോയി മകനെ ഉയർപ്പിക്കുന്ന രംഗമാണ് നമ്മൾ ഈ 2 രാജാക്കന്മാരുടെ പുസ്തകത്തിന്റെ 4-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുക. ഇതെല്ലാം സൂചിപ്പിക്കുക. നോക്കിയേ, 32-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു കേട്ടാൽ നല്ലതായിരിക്കും. ഏലീശ ആ ഭവനത്തിൽ ചെന്നപ്പോൾ കുട്ടി കിടക്കയും മരിച്ചു കിടക്കുന്നത് കണ്ടു. അവൻ ഉള്ളിൽ കടന്ന് വാതിലടച്ചു. മുറിക്കുള്ളിൽ അവനും കുട്ടിയും മാത്രമായി.
എലീശ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അനന്തരം കിടക്കയിൽ കയറി തന്റെ കുട്ടിയുടെ വായോടും തന്റെ കണ്ണുകൾ അവന്റെ കണ്ണുകളോടും തന്റെ കൈകളോടും ചേർത്ത് വെച്ച് അവന്റെ മേൽ കിടന്നു. അപ്പോൾ കുട്ടിയുടെ ശരീരം ചൂട് പിടിച്ചു തുടങ്ങി. എലീശ എഴുന്നേറ്റ് മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രാവശ്യം നടന്നു. വീണ്ടും കുട്ടിയുടെ മേൽ കിടന്നു. കുട്ടി 7 പ്രാവശ്യം തുമ്മിയതിനു ശേഷം കണ്ണു തുറന്നു. എലീശ ഗഹസിയോടും ശൂനങ്കാരിയെ വിളിക്കുക എന്ന് പറഞ്ഞു. അവൻ വിളിച്ചു. അവൾ വന്നു. എലീശ അവളോട് പറഞ്ഞു, നിന്റെ പുത്രനെ എടുത്തുകൊള്ളുക. നമ്മളിത് കാണുമ്പോൾ ഇത് ഭാഗം വായിക്കുമ്പോൾ ഈ ആധുനിക നൂറ്റാണ്ടില് നമുക്ക് ഉണ്ടാകാൻ പറ്റുന്ന ഒരു സാഹചര്യത്തെയാണ് സൂചിപ്പിക്കുക, അല്ലെ? ഒരു സാഹചര്യം, ഒരു കറണ്ട് അടിച്ച് കിടക്കുന്ന അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് കൃത്രിമമായി ശ്വാസോച്ഛ്വാസം കൊടുക്കാൻ പറ്റുന്നത്? അതുപോലെ തന്നെ അതേ മോഡലിൽ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ സൂചിപ്പിക്കുന്നത് മറ്റൊരു അത്ഭുതമുണ്ട്. ഈ എലീശ പ്രവാചകൻ ഒരു കുഞ്ഞിനെ മരണത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നു. അവന്റെ മുറിയിൽ അവന് ഗഹസി മാത്രം കടന്നിട്ട് ഈ മരണത്തിൽ നിന്ന് ഇവനെ രക്ഷിച്ച് അമ്മയ്ക്ക് കൈമാറുന്നു. പുതിയ നിയമത്തിലെ ഇതുപോലെയുള്ള ഒരു സംഭവത്തെയാണ് നമ്മൾ പുതിയ നിയമത്തിൽ നമ്മൾ കാണുക. ഈശോയുടെ കാലഘട്ടത്തിലും ഇതേ അനുഭവം, ഒരു കുഞ്ഞിനെ കർത്താവ് സുഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ മരിച്ചെന്ന് കേട്ടു. ഉടനെ വീട്ടിലേക്ക് കയറി ചെന്നു. പത്രോസിനെ, യാക്കോബിനെ, യോഹന്നാനെ മാത്രം മുറിയിലേക്ക് പ്രവേശിപ്പിച്ചു. അപ്പോൾ പാട്ടുപാടുന്ന ആളോട് പറഞ്ഞു, അവൾ മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ് എന്ന് പറഞ്ഞ് അവനെ കളിയാക്കി. അവസാനം കർത്താവ് അവന് ജീവൻ കൊടുക്കുന്ന രംഗം നമ്മൾ കാണുന്നു. ഇതെല്ലാം പാരലായിട്ട് അവതരിപ്പിക്കുകയാണ്. എലീശ പ്രവാചകന്റെയും ജീവിതത്തിൽ നടന്ന സംഭവങ്ങളെ പുതിയ നിയമത്തിൽ ഈശോ എന്ന് പറയുന്ന വ്യക്തിയിലൂടെ അവതരിപ്പിച്ചിരിക്കുന്ന രംഗമാണ് നമ്മളിവിടെ കാണുക. ഇങ്ങനെയുള്ള സംഭവങ്ങളെയാണ് പ്രധാനമായിട്ടും എലീശ പ്രവാചകന്റെ ജീവിതത്തിലൂടെ നമ്മൾ കാണുക. അടുത്ത പ്രാവശ്യം നമ്മൾ നോക്കുന്നത് എലീശ പ്രവാചകന്റെ ജീവിതത്തിൽ കടന്നു ഒരു പ്രധാനപ്പെട്ട അത്ഭുതമാണ്. നാമാനെ സുഖപ്പെടുത്തുന്നു. ആരാ നാമാൻ? സിറിയക്കാരനായ നാമാൻ. ആ നാമാനെ സുഖപ്പെടുത്തുന്ന സംഭവത്തിന്റെ ദൈവശാസ്ത്ര വശവും അതിനുശേഷം യേഹൂ എന്ന് പറയുന്ന ഡൈനാസ്റ്റിയെ കുറിച്ചും ഒക്കെ പറഞ്ഞതിന് ശേഷം ജൂത രാജാക്കന്മാരെ കുറിച്ചുള്ള ചർച്ചകളിലേക്ക്, ക്ലാസ്സുകളിലേക്ക് അടുത്ത പ്രാവശ്യം നിങ്ങളെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇത്രയും കേട്ട എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ബൈബിൾ വായിക്കുക, പഠിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.